ഇപ്പോൾ സ്മിത ഹരിദാസും അതുപോലെ ദീപക് തർമ്മടവും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്മിത, ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ചൂരൽമലയിൽ നിൽക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇവിടെ നമ്മൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഞാൻ ദീപക് ധർമ്മടവും ഉണ്ട് എൻ്റെ ഒപ്പം തന്നെ. നമ്മുടെ ടീം എല്ലാം ഇവിടെ റെഡി ആയിരിക്കുന്നു. നമ്മൾ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ഇവിടെ വന്നാൽ ഉടൻ തന്നെ രാവിലെ ഇവിടെ എത്തിയാൽ കൃത്യമായിട്ട് ആ രേഖകളൊക്കെ എടുത്ത് അവർക്ക് അകത്തേക്ക് കയറാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ടീം എല്ലാവരും ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എസ്കെൻ അറിയാലോ, നമ്മൾ എത്രയോ ദിവസങ്ങളായി നമ്മുടെ ടീം ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളിലാണ്. ഇന്നിപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം. സാധാരണ ഇവിടെ എപ്പോഴും ചെറിയൊരു മഴ ഉണ്ടാവാറുണ്ട്. ഡിഡി ഉണ്ട്, ദീപക് ധർമ്മടം ഉണ്ട്, അല്ലേ ദീപക്? അതെ, അത് തന്നെയാണ് സ്മിത പറഞ്ഞു തന്നെയാണ് എസ്കേൻ. ഈ മാനം തെളിഞ്ഞു, വയനാട് സന്തോഷത്തിലേക്ക് പോകാൻ പ്രകൃതി പോലും തയ്യാറെടുത്തു എന്ന് വേണം നമുക്ക് ഈ വേളയിൽ പറയാൻ. കാരണം ഇന്നലെ വരെ എല്ലാ ദിവസവും കാലത്ത് നല്ല മഴയാണ്. സത്യത്തിൽ മോർണിംഗ് ഷോ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിരിക്കുന്നു. വയനാടിനെ ചേർത്ത് പിടിക്കൽ ഒരു ക്ലീഷേ പദമാണ്. പക്ഷേ അതിലപ്പുറത്തേക്ക് വയനാടിൻ്റെ നഷ്ടമായ പ്രതാപം, എസ്കെൻ നേരത്തെ പറഞ്ഞ പദം, ഒപ്പം തന്നെ ആ നഷ്ടപ്പെട്ട സന്തോഷം നമ്മൾ തിരിച്ചു കൊണ്ടുവരും, അല്ലേ സ്മിത? എസ്കെൻ, ഈ ഒരുക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാളിലേക്ക് പോകണം. ഇതാ നമ്മുടെ സി ഉണ്ണികൃഷ്ണൻ റൺ ഡൗണിൻ്റെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എസ്കെൻ, ഇതാ വളരെ വ്യത്യസ്തമായ പരിപാടികൾ. എങ്ങനെയൊക്കെയാണ് സി ഉണ്ണികൃഷ്ണൻ നമ്മുടെ VP ചേരുകയാണ്? വയനാടിനെ സന്തോഷത്തിലെത്തിക്കാനാണ് നമ്മുടെ ശ്രമം. എന്തൊക്കെ പരിപാടികളാണ്? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാംസിനേക്കാൾ ഉപരിയായിട്ട് ഈ ദുരന്തബാധിതരെ നമ്മളിവിടെ ചേർത്ത് നിർത്തുന്നവർക്ക് വേണ്ട സഹായങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത്. അതോടൊപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുണ്ട്. കുറേ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ അതിൻ്റെ ഒരു ഇത് കളയണ്ട. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് നൽകണം. എസ്കെൻ, സി ഉണ്ണികൃഷ്ണൻ സർപ്രൈസ് ആക്കി വെക്കുന്ന സാധനം ഞാൻ പൊട്ടിക്കുകയാണ്. നമ്മുടെ പരിപാടി ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യുന്നു. എസ്കെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കളർഫുൾ ആകും. അതായത് ഈ ദുഃഖത്തിലുള്ളവരെ നമുക്ക് അവരെ സന്തോഷത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി വിവിധങ്ങളായ പരിപാടികൾ, അല്ലേ സ്മിത? വിവിധ പരിപാടികളാണ്. ഒന്ന് ഏറ്റവും നമുക്കൊപ്പം ചേർന്ന്